35 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി പഴയന്നൂർ കല്ലേപ്പാടം കോളേജ് ഓഫ് ടെക്നോളജി പ്രൈവറ്റ് ITI അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഡ്രാഫ്റ്റ്മാൻ സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, ഇലക്ട്രീഷ്യൻ, ഫിറ്റർ, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾസ് തുടങ്ങിയ 5 ട്രെയിനിങ്ങുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കോളേജ് ഓഫ് ടെക്നോളജി പ്രൈവറ്റ് ITI കല്ലേപ്പാടം, പഴയന്നൂർ. തലയിൽ ഗുരുതര മുറിവുമായി അലയുന്ന തെരുവുകാള തിരുവില്ലാമലയിൽ പൊതുജന ജീവിതത്തിന് ഭീഷണിയാകുന്നു. തലയിൽ ഗുരുതര മുറിവുമായി തിരുവില്ലാമലയിൽ അലയുന്ന കാള നാട്ടുകാർക്ക് ഭീഷണിയാകുന്നു. പുഴുവരിച്ച തലയുമായി മാസങ്ങളായി തെരുവിലലയുന്ന കാളയുടെ വാർത്ത CCV റിപ്പോർട്ട് ചെയ്തിരുന്നു. തിരുവില്ലാമല ഗ്രാമപഞ്ചായത്തോ തിരുവില്ലാമലയിലെ വെറ്റിനറി ഹോസ്പിറ്റലിലെ ജീവനക്കാരോ ആരും തന്നെ ഒരു നടപടിയും സ്വീകരിക്കാതെ തലയിൽ നിന്നും രക്തം വാർന്ന കാള നടക്കുന്ന വഴിയിലെല്ലാം തലയിൽ നിന്നും പുഴുക്കളും വീണുകൊണ്ടിരിക്കുകയാണ്. തിരുവില്ലാമല ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപത്തുള്ള സുജിത്ത് പന്തല്ലൂരിന്റെ വീടിന്റെ സിറ്റൌട്ടിൽ ദിവസങ്ങളായി ഈ കാള നിൽക്കുകയാണ്. സുജിത്തും ഭാര്യയും കൂടാതെ 4 പെൺമക്കളും അടങ്ങുന്ന കുടുംബമാണ് ഇവിടെയുള്ളത്. വീടിന്റെ സിറ്റൌട്ടിലും ചുമരുകളിലുമെല്ലാം പുഴുക്കൾ അരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാളയെ ഓടിച്ചുവിടാൻ പോയാൽ ഉപദ്രവിക്കാനാണ് അത് വരുന്നത്. ഇത്തരത്തിൽ കാള തെരുവിൽ അലയുന്നത് മറ്റുള്ള തെരുവ് കന്നുകാലികൾക്കും സാംക്രമിക രോഗങ്ങൾ വരെ പകരാൻ സാധ്യതയുണ്ട്. തെരുവ് കാള എത്തുന്ന ഭാഗത്തെല്ലാം രക്തത്തിന്റെ രൂക്ഷഗന്ധമാണുള്ളത്. ഇനിയെങ്കിലും അധികൃതർ ജനങ്ങൾക്കേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തെരുവ് കാളയ്ക്ക് വേണ്ട ശുശ്രൂഷ നൽകി അതിന്റെ ജീവനും അതിനോടൊപ്പം നാട്ടുകാരുടെ സുരക്ഷയും ഉറപ്പാക്കണമെന്നാണ് നാട്ടുകാർക്ക് പറയാനുള്ളത്. അസഹ്യമായ ദുർഗന്ധം കാരണം കാൽനടക്കാർക്കും വാഹനയാത്രക്കാർക്ക് പോലും വഴിയിലൂടെ സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയാണിപ്പോൾ. സുജിത്ത് സംസാരിക്കുന്നു. വലിയൊരു വിഷമം പറയാണ്ട് ഇതിപ്പോ ഒരു കാള എല്ലാവർക്കും അറിയണതാണ്. പഞ്ചായത്തിൽ അലഞ്ഞു തിരിഞ്ഞുകൊണ്ട് കിടക്കണം. കൊമ്പ് പൊട്ടിയിട്ട് കുത്തുകൂടിയിട്ടാണ് എന്താ അറിയില്ല, കൊമ്പ് പൊട്ടിയിട്ട് വ്രണം ബാധിച്ച് പുഴുക്കളെല്ലാം വന്ന് രക്തം ഒലിപ്പിച്ച് വലിയൊരു കട്ടായി നടക്കുന്ന എല്ലാവർക്കും പേടിയുള്ള ഒരു കാള ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കഴുത്തിൽ കയറാണ്. ഇത് അമ്പലക്കാളല്ല, കഴുത്തിൽ കയറുണ്ട്. ഇത് എല്ലാവരും പിടിക്കാൻ നോക്കുക, വാർത്ത വരിക, പ്രാവശ്യം TCയിലൊക്കെ ആയിട്ട് വാർത്തരിക. എന്നാലും ഇത് എവിടെയാണെന്നുള്ള പലപ്പോഴും അറിയില്ല. പക്ഷെ നമ്മൾ ഇത് കിടക്കുന്നത് നമ്മുടെ ഈ വരാന്തയിലാണ്. ഇത് വന്ന് കിടക്കുന്നത്. രക്തം ഒലിപ്പിച്ച് അതിൻ്റെ മാംസകഷ്ണങ്ങൾ പൊട്ടി അടന്ന് വീണ് പൊറ്റൻ വീണ് അതിൻ്റെ ബ്ലഡെല്ലാം നോക്കൂ, നാറിയ ഗന്ധാണ്. ഏറ്റവും വിഷമം അതിൻ്റെ ജീവൻ്റെ ഭാഗത്താണ്. നമ്മളെല്ലാം ജീവന് വിലയ്ക്ക് നമ്മളൊക്കെ പശു വളർത്തിയിട്ടുള്ള ആൾക്കാരാണ്. പശു വളർത്തി ആ പാല് കൊണ്ട് ജീവിച്ച് വിദ്യാഭ്യാസം കാര്യങ്ങളെല്ലാം നടത്തി വന്നതാണ്. അതുകൊണ്ട് ആദ്യം പരാതിയിൽ അടിച്ച് എത്രയോ പ്രാവശ്യമായി അടിച്ചു വീണു. അതിൻ്റെ അവസ്ഥ കൂടി കണ്ടിട്ട് ബന്ധപ്പെട്ട ആളുകളോട് നമ്മുടെ പഞ്ചായത്തിൽ, സെക്രട്ടറിക്ക്, മണ്ണുത്തിയിൽ, ഈ അനിമൽ ഏതൊക്കെ പ്ലാറ്റ്ഫോമിലൊക്കെ പറയാൻ പറ്റും. ആരാ മുന്നോട്ട് വരിക? അതുകൊണ്ട് പലപ്പോഴായി പരാതിയായിട്ടും വിഷമമായിട്ട് പറയണ്ടായി. അതിനെ രക്ഷപ്പെടുത്താൻ ആരുമില്ല. അതിനേക്കാളുപരി നമ്മുടെ അവസ്ഥ ഇത് ദുർഗന്ധം പിടിച്ച് കിടക്കുകയാണ്, പുഴു അരിച്ച് കിടക്കുകയാണ്. ഇവിടെ പുഴുക്കളാണ് ഇരിക്കുക. അത് വന്നു കഴിഞ്ഞാൽ ഈ വരാന്തയിലാണ് ഇവിടെ കയറി കിടക്കുക. ഈ ജൈവവൈദ്യാണ് അത് പൊട്ടിപ്പൊളിച്ച് അത് ഉള്ളിൽ കയറി വരിക. അതിനെ നോക്കാനും ആരുമില്ല, വേറൊന്നുമില്ല. നമ്മുടെ അടുത്ത് വന്നിട്ട് അത് അഭാവം പോലെ ഇവിടെ നിന്ന് കിടക്കുകയാണ്. മലമൂത്രം കൊണ്ടും അതിൻ്റെ ചാണകവും അതിനേക്കാളുപരി ദുർഗന്ധം വന്ന് പിടിച്ച് അതിൻ്റെ അവസ്ഥ കൊണ്ട് ആകെ നാറിയ അവസ്ഥയിലാണ്. നമുക്കൊരു പടി ഇരിക്കാൻ കൂടി കഴിയാൻ കൂടി പറ്റാത്തത്. അതുകൊണ്ട് ഇതിൻ്റെ അടുത്ത അവസ്ഥ എന്തായിരിക്കും? ഈ ഭ്രാന്ത് പിടിച്ച ഇൻഫെക്ഷൻ കൂടി അണുബാധ കൂടി അതിന് ഭ്രാന്ത് ആയി കഴിഞ്ഞാൽ അത് മറ്റുള്ള പശുക്കളോ മറ്റുള്ള ആളുകളായിട്ടോ മറ്റുള്ള അതിൻ്റെ കൂട്ടായിട്ടോ സഹവാസം ഇല്ലാണ്ട് നാട് മുഴുവൻ ഭ്രാന്ത് പിടിച്ചേക്കണ വലിയൊരു ഭീകരാവസ്ഥയിലേക്ക് എത്തിച്ചേരും. അതുകൊണ്ട് വിനീതമായ അഭ്യർത്ഥനയാണ്, എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കി അതിൻ്റെ ഒരു ജീവനൊരു സംരക്ഷണം, നമ്മൾ നായ്ക്കും വെട്ടിക്കും വേണ്ടിയിട്ടുള്ള സംരക്ഷണം പോലെ നമ്മുടെ ഈ പശുക്കൾക്ക് വേണ്ടി ഈ നമ്മുടെ ഗോമാത ഇതേപോലെ ഒരു സംരക്ഷണം, അതിന് ഒരു ആരോഗ്യമായിട്ടുള്ള സംരക്ഷണം. അതോടൊപ്പം തന്നെ നമ്മളെപ്പോലെ സാധാരണക്കാരന് ഇത് ഒരു 5-7 പ്രാവശ്യം കഴുകി വൃത്തിയാക്കി കഴിഞ്ഞിട്ട് വീണ്ടും അതിന് വരികയാണ്. വേറെ ആരും അഭയം കൊടുക്കാത്ത പോലെ നമ്മുടെ അടുത്താണ് വന്ന് അഭയം പറഞ്ഞു. അപ്പോൾ എന്തെങ്കിലും വഴി അപ്പോൾ എനിക്ക് അതിൻ്റെ ജീവൻ രക്ഷപ്പെടുന്നുള്ള അതിയായ ആഗ്രഹമുണ്ട്. അതോടൊപ്പം നമ്മുടെ ബുദ്ധിമുട്ടും അതൊന്നും മാറിക്കിട്ടും. ഒന്ന് ദയവ് ചെയ്ത് ഒരു പരിഹാരമാക്കി തരാം. വിനീതമായ അഭ്യർത്ഥനയാണ്. അതിൻ്റെ ഏറ്റവും വാസ്തവത്. അപ്പോൾ നമ്മൾ സാധാരണ വീട്ടിൽ തൊഴുത്തുണ്ടാകുന്ന വൃത്തിയാക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ ഇതുപോലെ അവസ്ഥയിൽ ഞങ്ങൾ എവിടെയും കണ്ടിട്ടില്ല. അതിൻ്റെ അവസ്ഥ ആരും നോക്കാനിതുപോലെ കയറ് കെട്ടിയിട്ടുള്ള ഒരു കാളയാണത്. അത് ഉടമസ്ഥനുണ്ട്, ആരും നോക്കാനിതുപോലെ കിടക്കുകയാണ്. അപ്പോൾ ഇത് മൃഗങ്ങളെ ആ വേദനയും വിഷമം അറിയാം. ഇവിടെ നോക്കൂ, രക്തം ഒലിച്ച് പുഴു അരിക്കുകയാണ്, നിൽക്കാൻ പറ്റില്ല. എത്ര പ്രാവശ്യം കഴിയണമെന്നറിയോ? ഇതിൻ്റെ ഇൻഫെക്ഷൻ്റെ മണം, എന്തൊക്കെ രോഗങ്ങൾ വരിക. കുട്ടികളായിട്ട് നമ്മളുള്ളവരെ, എനിക്ക് 4 പെൺകുട്ടികളുള്ളത്. അപ്പോൾ അതുകൊണ്ട് എന്താണ് അവർക്ക് കൂടി ഭാവിയല്ലേ, നമ്മൾ വന്ന് ഉപയോഗിക്കുന്ന കാര്യങ്ങളല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇൻഫെക്ഷൻ 100 മീറ്റർ അകലേക്ക് കൂടി സുരക്ഷിതത്വം ഒരു പ്രശ്നമാണ്. അതിൻ്റെ അണുബാധയുടെ അതിൻ്റെ മണത്തിൻ്റെ ദുഃഖത്തിൻ്റെ ഒരു പ്രയാസം മനസ്സിലാക്കണം. ഇത് നമുക്ക് മാത്രമല്ല, നമ്മുടെ വിഷമായിട്ടല്ല, നാട്ടുകാർക്ക് ഇതിന് അടുത്ത അവസ്ഥയ്ക്ക് അതിഭീകരമായിരിക്കും. ഈ അണുബാധ കൂടി തലച്ചോറ് വായിച്ചു കഴിഞ്ഞാൽ വലിയൊരു ഇതിലേക്ക് എത്തും. അപ്പോൾ അതിൻ്റെ ഒരു ജീവനും ഒപ്പമുള്ള മനുഷ്യജീവനും ആളുകൾക്കും പ്രദേശത്തിന് തന്നെ ഭീകരമായിരിക്കും.
പറയുകയാണെങ്കിൽ ഇത് നമ്മുടെ സ്ഥലം പറയുകയാണെങ്കിൽ വ്യക്തമാക്കുകയാണെങ്കിൽ തിരുവില്ലാമല ഗവൺമെൻറ് ഹോസ്പിറ്റലിന് തിരുവില്ലാമല ഗവൺമെൻറ് ആശുപത്രിക്ക് ബീച്ചിക്ക് സമീപം തൊട്ട് ചേർന്നിട്ടുള്ളതാണ്. ഈ കിടക്കുന്ന വീട്ടിലാണ് എല്ലാം നടക്കുന്നത്. ന്യൂസ് ഡെസ്ക് CCV.